ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ സുബൈ ബാങ്ക് കൊടുത്തു, നിസ്കരിക്കാൻ പോയിട്ടില്ല. നമ്മൾ രാത്രി കിടക്കുമ്പോൾ അരച്ച് വെക്കണമെങ്കിൽ കുറച്ച് നേരത്തെ വെള്ളത്തിലിടണമല്ലോ. അപ്പോൾ അത് മറന്നാൽ നമ്മൾ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരക്കുക. അപ്പോൾ അങ്ങനെ കിടക്കാൻ നേരത്ത് അരിയും ചോറും ഒക്കെ ഒപ്പം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് വെള്ളപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ സമയം 5:15 ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം നടക്കാൻ പോകാൻ. അപ്പോൾ നാണിപ്പാക്ക് 5 മണിയായപ്പോൾ പള്ളിയിൽ പോയി. അപ്പം അവിടെ നിന്ന് കൂടലാണ്. അപ്പം 5:35 ഇവിടെ നിന്ന് ഇറങ്ങുക. എന്തിന് ചായ വേണോ? വേഗം നടക്കി അടുക്കളയ്ക്ക്. പല്ലേക്ക് ഉണ്ടേ? ചായ വേണോ? എന്നാ നീച്ച് പല്ല് വെച്ചിട്ട് തരാം. വാ, പല്ല് തേപ്പിച്ച് തരാം. വാ, ഓടിവാ. അപ്പം എന്നാൽ ആദ്യം നേരത്തെ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ നീച്ചിക്കണ്. അപ്പോൾ വാവ വാതിലൊക്കെ തുറന്നെടുത്തങ്ങാണ്ട് പുറത്തടിയതാണ് പോന്. അപ്പം ഇനി റെസ്റ്റ് എടുക്കാനൊന്നും നേരമില്ല. അപ്പം ഞാൻ വന്നാൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കും. അപ്പം എന്നാൽ അതിനൊന്നും നേരമില്ല. അവന് ചായ വേണമെന്ന് പറഞ്ഞാണ്ട് വാശി പിടിച്ച് കരയണം. അപ്പോൾ അവന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ.
അങ്ങനെ ആദ്യമൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ചായ എടുത്തിട്ട് കുറച്ച് സമാധാനമായിട്ടോ. അപ്പോൾ പിന്നെ ചോറിന് അരിയും വെള്ളമൊക്കെ ഒപ്പം വെക്കാണ്, റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാൻ. അപ്പോൾ വെള്ളപ്പത്തിന് നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇനി അതൊക്കെ നമുക്ക് ഒരു അടിപൊളി മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ വേവിക്കാൻ അടുപ്പത്ത് വെച്ചിക്കണം. അങ്ങനെ മാവൊക്കെ തുറന്നുകൊണ്ട് നമുക്ക് ഉപ്പിട്ടുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് വെക്കാം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ഉഷാറായിങ്ങാണ്ട് മാവ് വരും. നല്ലോണം പൊങ്ങി വരൂല, എന്നാലും അപ്പം നല്ലോണം നന്നാവും. അപ്പം അങ്ങനെ ചെയ്യണോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണ്ടി, ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ടി. അങ്ങനെ കറിക്കുള്ള ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചു. അതേപോലെ ഉപ്പേരിക്ക് നീന്ത്രക്കായ ഉണ്ടായിനി, അത് അരിഞ്ഞുങ്ങാണ്ട് അത് കുക്കറിൽ ഇട്ടുങ്ങാണ്ട് ഉപ്പും പച്ചമുളകും ഇട്ടുങ്ങാണ്ട് 2 വിസിലടുപ്പിച്ചാൽ നമുക്ക് ഉപ്പേരി റെഡിയാവും. അപ്പം ഒന്ന് തൂമിച്ചെടുത്താൽ മതി. വലൈക്കും സലാം. ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടിക്ക് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ 2 മീഡിയം സവാള കട്ട് ചെയ്തുകൊണ്ട് അത് ഇട്ടെടുത്തു. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തു, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കഴിയാനായിട്ട് അപ്പോൾ ഒരു പീസ് അത് ഇട്ടെടുത്തു. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് അതും ഇട്ടെടുത്ത്. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി ഇതൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളകും പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ മെയിനായിട്ട് നമ്മളെ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ഇട്ടോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇത് വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ വഴറ്റിയതുണ്ടല്ലോ അത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ചെയ്താൽ എന്താ പറയുക, കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ മക്കളൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ പെറുക്കിയിടുമല്ലോ, അപ്പോൾ അതുണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പം ഒന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഞട്ട് കൊടുത്തുക്കണം കേട്ടോ ഇതിൽ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, ഒരു 1/2 മുറി തേങ്ങൻ്റെ പകുതി അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവന്നിക്കണ്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചൂടാറിയിക്കണ്. അതിന് അത് കിട്ടുങ്ങാണ്ട് ഈ തേങ്ങയൊക്കെ തന്നെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഒന്ന് അരച്ചെടുക്കുക. തേങ്ങയും പാടെ ചേർക്കുമ്പോഴാട്ടോ ഈ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 1/2 മുറിൻ്റെ പകുതി മതി. അങ്ങനെ ആ ചട്ടിക്ക് തന്നെ പിന്നെ അരച്ചത് ഒഴിച്ചെടുത്തു. പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിങ്ങാണ്ട് അത് ഒഴിച്ചെടുത്ത്. ഇനി ഉപ്പൊക്കെ ഉണ്ടോ നോക്കിങ്ങാണ്ട് ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 2-4 പച്ചമുളക് കീറിങ്ങാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തേക്കണ്. അതേപോലെ നമ്മളെ മുട്ട പുഴുങ്ങി വെച്ചത് അതും ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ പറയുക, അടിപൊളി മുട്ടക്കറി റെഡി ആയിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അടിപൊളി എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയില്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ.
ഇവിടുത്തെ മക്കളൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ പുറത്തേക്ക് പൊറുക്കിയിടും. അപ്പം ഓല പറ്റിക്കാനുള്ള പണിയും കൂടിയാണിത്. പച്ചക്കറിയൊക്കെ വയറിൻ്റെ ഉള്ളിലാവും ചെയ്യും. അപ്പം നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. നമ്മൾ വെള്ളപ്പത്തിന് മാവ് ഒഴിച്ചെടുക്കുമ്പോഴേ പെട്ടെന്ന് അടച്ച് വെക്കരുത് കേട്ടോ. ആ ഹോൾസ് ഇങ്ങനെ വന്നിട്ട് വേണം നമ്മൾ അടച്ച് വെക്കാൻ. അങ്ങനെ നമ്മളെ വെള്ളപ്പം സെറ്റായിട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വെള്ളത്തിലിടുമ്പോൾ അരിയിൽ ചേർത്തതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയേ. അപ്പം 2 കപ്പ് പച്ചരി, അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, നല്ലോണം കേകി കൊണ്ടുവന്നിട്ട് നമുക്ക് അതിലേക്ക് 1/4 കപ്പ് ചോറ്. ഈ കപ്പ് ഫുള്ളില്ല കേട്ടത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ 1/2 മുറി തേങ്ങ അതിട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഞാൻ മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പം ഇനി ഇതൊക്കെ മെയിനായിട്ട് വേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് 1/4 ടീസ്പൂണ് അതിട്ട് കൊടുക്കുക. പിന്നെ 1/2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത്ര തന്നെയുള്ളൂ കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് ഇതിനെ മൂടി നിൽക്കുന്ന തോതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് അടച്ച് വെക്കുക. എന്നിട്ട് രാവിലെ അരച്ചെടുക്കുക. അങ്ങനെ മക്കളൊക്കെ പോയിട്ടോ. ഞാൻ ആദ്യം അതുകൊണ്ട് പോവാൻ. അപ്പം ഞാൻ നാണിപ്പാക്ക് ഇപ്പോൾ പോകും. ഒരു 10-11 മണിയാവും നാണിപ്പാക്ക് പോകാൻ. അപ്പോൾ ഇത് നാണിപ്പാക്കും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ മീനൊക്കെ രാവിലെ തന്നെ കിട്ടിയിരിക്കണം. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ കറിയായിട്ട് ഞാൻ കുറച്ച് പപ്പടം താളിച്ചെടുത്തേക്കണ്. അപ്പം ഇനി കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിങ്ങും അടുക്കള ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പം ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടക്കാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം 8:45 9 മണി ആവാനായിട്ടുള്ളൂ കേട്ടോ. അപ്പം നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പണികളൊക്കെ സിമ്പിളായിങ്ങാണ്ട് പെട്ടെന്ന് തീർത്തെടുക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പം ഇൻഷാ അല്ലാ നാളെ കാണാം. അസ്സലാമു അലൈക്കും.